ശ്രീ ലിൻഡോ ജോസഫ്, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഒരു ഗവൺമെൻറ്റാണിത്. ഇവിടെ പ്രമേയത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള നോട്ടീസിനെ അത്ര ഗൗരവത്തോടുകൂടി സഭ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഇത് ചർച്ചയ്ക്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായ സമീപനമാണ് അവതാരകനായിട്ടുള്ള ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ പരാമർശിച്ചത്. അദ്ദേഹം പൂർണ്ണമായിട്ടും ഉദ്ദേശശക്തിയിൽ നിന്നും മാറി മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോയി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആവശ്യമായ ചർച്ചയാണ് ഉയർത്തിക്കൊണ്ട് വന്നത് എന്ന് ദൗർഭാഗ്യവശാൽ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സർ, താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിൻ്റെ മരണം താമരശ്ശേരിയിൽ തന്നെ തൊട്ടടുത്ത ഈങ്ങാപ്പുഴയിൽ താമരശ്ശേരി അടിവാരം പൊട്ടിക്കയിലെ മുഹമ്മദ് ആഷിക്ക് സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തിയത്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറുമൂടുണ്ടായിട്ടുള്ള സംഭവം, ഇതെല്ലാം ഈ അടുത്ത കാലത്തുണ്ടായ സംഭവവികാസങ്ങളെല്ലാം വളരെ ഗൗരവത്തോടുകൂടി സഭ ചർച്ച ചെയ്ത് ആ വിഷയത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ഈ വിഷയത്തെ ചർച്ചയ്ക്കെടുത്തത്. എന്നാൽ അദ്ദേഹം നേരെ പോയത് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കാണ്. അദ്ദേഹം കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ വാചാലനാവുന്നത് കേട്ടു. ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ധീരജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഇടനെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയ നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ ചേർത്ത് നിർത്തുന്നവരാണ് നിങ്ങൾ. വെള്ളരിപ്രാവിനെ പോലെ സമാധാനത്തിൻ്റെ ദൂതരാകരുത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടതായി വരും. സർ, ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിച്ചതേയില്ല. ഞങ്ങളിവിടെ ഈ വിഷയത്തിൻ്റെ മെറിറ്റിൽ മാത്രം നിന്ന് ചർച്ച ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ അദ്ദേഹം ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചേ മതിയാകൂ എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി പോകുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് ഞങ്ങളുടെ ബാധ്യതയായി മാറുകയാണ്. സാർ, പ്രതിപക്ഷ നേതാവ് മുൻ ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മടിയിലിരുത്തി വളർത്തിയ ഒരു കുട്ടി ലഹരിക്ക് അടിമയായി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സാർ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മടിയിലിരുത്തി വളർത്തിയ കുട്ടി ലഹരിക്ക് അടിമയായത് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കണ്ടേ? പ്രമേയ അവതാരകനായിട്ടുള്ള പ്രതിപക്ഷ മുൻ നേതാവ് അദ്ദേഹത്തിൻ്റെ നോമിനിയായി കൊണ്ടുവന്നിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നഹാസ് എന്നാണ്. 40 കിലോ കഞ്ചാവുമായിട്ടാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 40 കിലോ. പ്രമേയ അവതാരകന്റെ നോമിനി ആയിട്ടുള്ള ആളാണ്. മറ്റൊന്ന് KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടുക്കിയിലെ റിസ്വാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇതേപോലെ തന്നെ പോലീസിന്റെ അറസ്റ്റിന് രേഖപ്പെടുത്തിയത് കഞ്ചാവുമായി പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ്. സാർ, ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. സാർ, മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മലപ്പുറത്തെ അദ്ദേഹം സൂചിപ്പിച്ച പേരുകാരൻ എന്റെ സഹഭാരവാഹിയാണ്. അയാൾക്കെതിരായിട്ട് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ FIR നമ്പർ സഹിതം അദ്ദേഹം പറയട്ടെ. അങ്ങനെ കേസ് കേരളത്തിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം. സാർ, ഇത് തന്നെയാണ് സാർ പ്രശ്നം. ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്താൽ അവരെ ഇതേപോലെയുള്ള സംസ്ഥാനത്തിന്റെ പ്രസിഡന്റുമാർ സംരക്ഷിക്കാൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രശ്നം എന്നുള്ളത് തന്നെയാണ് സാർ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സാർ, ഇവിടെ വളരെ ഗുരുതരമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. സാർ, ട്രാബിയോക്ക എന്നൊരു പേരുണ്ട്. ട്രാബിയോക്ക ഒരുപക്ഷെ മുൻ പ്രതിപക്ഷ നേതാവ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മേപ്പാടിയിലെ ഒരു പോളിടെക്നിക് കോളേജിനകത്ത് 27 വിദ്യാർത്ഥികൾ ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയുടെ പേരാണ് ട്രാബിയോക്ക. വയനാട് കൽപ്പറ്റയിലെ ബഹുമാനപ്പെട്ട അംഗത്തിന് ഒരു പക്ഷേ ഈ ട്രാബിയോക്കയെ കുറിച്ച് അറിയാം. 27 വിദ്യാർത്ഥികൾ ചേർന്നുണ്ടാക്കിയ ഒരു ഗ്യാങ്ങാണ്. ആ കോളേജിലെ മുഴുവൻ അരാജകത്വ പ്രവണതകൾക്കും ലഹരിക്കും അടിമയാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു അരാജകമായിട്ടുള്ള കൂട്ടായ്മയാണ്. അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം രൂപപ്പെടുത്തി, ശക്തമായ പ്രതിരോധം തീർത്തു. ആ പ്രതിരോധം തീർത്ത അവിടുത്തെ ഇപ്പോഴത്തെ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ, അപർണ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൂട്ടം ചേർന്ന് ആക്രമിച്ചവരെ സംരക്ഷിച്ചത് ആരാണ് എന്നത് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സാർ, ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ നമുക്ക് എണ്ണി പറയേണ്ടതായി വരും. സാർ, ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളുടെ ഭാഗമായിട്ടല്ലല്ലോ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ മറികടക്കാൻ കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു കേന്ദ്രമായിട്ടുള്ള നിയമസഭയിൽ ഏറ്റവും നല്ല ആരോഗ്യകരമായ ഒരു ചർച്ച നടക്കേണ്ടുന്ന വേദിയെ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും വിധേയമാക്കുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടുണ്ട്? സാർ, ഞങ്ങളിതിനെ വളരെ പോസിറ്റീവായ രൂപത്തിലാണ് ഈ വിഷയത്തെയെല്ലാം ഞങ്ങൾ കാണുന്നത്. കാരണം നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയെ മറികടക്കുക എന്നുള്ളത് തന്നെയാണ് സാർ നമുക്ക് ഇവിടെ നടത്തേണ്ടുന്നൊരു കാര്യം. സാർ, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങുന്ന ചില സിനിമകളുണ്ട്. സാർ, കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കാണാൻ വേണ്ടി പോയിട്ട് ആ സിനിമയിലെ ഒരു രംഗം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. സാർ,
സാർ, ഒരു ചെറിയ കുഞ്ഞിനെ ഗ്യാസിന്റെ കുറ്റി വെച്ച് ഇടിച്ചു കൊല്ലുന്ന ഒരു ചിത്രം എടുത്ത് അല്ലെങ്കിൽ അതിന്റെ വിഷ്വൽസ് എടുത്ത് പ്രചരിപ്പിക്കുന്ന രീതി ഉണ്ടാവുകയാണ് സാർ. സാർ, ഇത്തരം അക്രമവാസനകൾ ഏറുന്ന ചിത്രങ്ങൾ സെൻസർ ബോർഡ് പരിശോധിച്ച് അതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇത്തരം വാസനകളെ അതിനെ ആക്കം കൊടുക്കുന്ന നിലയിലേക്ക് അതിനെ മാറ്റുന്നത് ഏത് രൂപത്തിലാണ് എന്നുള്ള വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട് സാർ. സാർ, ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല. ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഇന്റർനെറ്റിന്റെ വലിയ ഉപയോഗത്തിന്റെ ഭാഗമായി മത്സരാധിഷ്ഠിതമാകുന്ന ലോകത്ത് മത്സരങ്ങളിൽ ഒന്നാമതെത്തിന് വേണ്ടി നൽകുന്ന ചില ഇടപെടലുകളുടെ ഭാഗമായൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് വരുന്ന വലിയ രൂപത്തിലുള്ള അപകടകരമായ ഒരു സംഭവവികാസത്തെയാണ് സാർ നമ്മൾ കാണേണ്ടത്. ഇവിടെ നാം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ധാർമ്മികമായ ബോധമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ധാർമ്മികത ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടലാണ് നാം നടത്തേണ്ടുന്നത്. ഇവിടെ എന്താണ് സാർ ചെയ്യുന്നത്? നേരത്തെ നമ്മുടെ ക്യാമ്പസുകൾ, കോളേജുകൾ വലിയ രൂപത്തിൽ ആക്രമണത്തിന്, റാഗിങ്ങിന് ഇരയായിരുന്ന ഒരു കാലഘട്ടമുണ്ട് സാർ. 1980 മുമ്പത്തെ കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ ക്യാമ്പസുകളാകെ റാഗിങ്ങിന് ഇരയാകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. എന്നാൽ അവിടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റാഗിങ്ങിനെ തുടച്ചു നീക്കാൻ ആവശ്യമായ വലിയ കൂട്ടായ്മ, യോജിപ്പുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പൊ ക്യാമ്പസുകളിൽ റാഗിങ് എന്നുള്ളത് വല്ലപ്പോഴും കേൾക്കുന്ന പേരുകളായി മാറി. അത് മഹാഭൂരിപക്ഷം കണ്ടുവരുന്നത് അരാഷ്ട്രീയമായ ക്യാമ്പസുകളിലാണ്. ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും റാഗിങ് ഇപ്പോൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വലിയ രൂപത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഉണ്ടാവുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അവർ സമൂഹവുമായി ബന്ധമുള്ളവരായി തീരും. നാട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് അറിവുള്ളവരായി മാറും. അവരെ നയിക്കാൻ വിദ്യാർത്ഥികൾ തന്നെ രംഗത്ത് വരും. ധാർമ്മികമായ ബോധം കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിന്റെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് അവിടെയൊന്നും രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടതില്ല എന്നുള്ള നിലയിലേക്കാണ്. അത്തരം ചർച്ചകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇത്തരം സംഭവവികാസങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് ഈ വിഷയത്തെ വിശാലമായ അർത്ഥത്തിൽ കാണാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് സാർ. അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലുമാകെ NDPS ആക്ട് പ്രകാരമാണ് നമ്മൾ ഈ വിഷയങ്ങളെല്ലാം കാണുന്നത്. നർക്കോട്ടിക് ആക്ട് പ്രകാരമാണ് നമ്മൾ ഈ വിഷയത്തെല്ലാം കാണുന്നത്. പക്ഷേ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പലപ്പോഴും ആ നിയമങ്ങളിൽ ഉണ്ടാകുന്ന പഴുതുകളാണ് ഇവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 1 കിലോ കഞ്ചാവുമായി പിടിച്ചാൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടി കഴിയൂ, അല്ലെങ്കിൽ അവർക്ക് നോൺ ബെയിലബിൾ ആയിട്ടുള്ള കേസ് ചേർത്താൻ വേണ്ടി കഴിയൂ. 999 ഗ്രാം കഞ്ചാവുമായിട്ടാണ് ഒരാളെ പിടിക്കുന്നതെങ്കിൽ അയാൾക്ക് എന്താണ്, ബെയിലബിളാണ്. അതുപോലെ തന്നെ MDMA പോലെയുള്ള മാരകമായിട്ടുള്ള ഈ പദാർത്ഥങ്ങൾ, ആ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് 0.5 മില്ലിഗ്രാം ഉണ്ടെങ്കിലേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, നോൺ ബെയിലബിളായ ചാർജായി മാറുന്നുള്ളൂ. അതിൽ താഴെയാണെങ്കിൽ എന്താണ്, അത് ബെയിലബിളായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നിയമങ്ങളിൽ നമ്മൾ വരുത്തേണ്ടുന്ന കർക്കശമായിട്ടുള്ള തിരുത്തലുകളുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ 1985 നർക്കോട്ടിക് ആക്ടിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ കേരള നിയമസഭയുടെ അതിശക്തമായ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഈ വിഷയത്തെ ആ ഗൗരവത്തോടു കൂടി നോക്കിക്കാണാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ വാഗ്വാദങ്ങളിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, എന്നാൽ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെ സമൂഹത്തിന്റെ ആകെ ഒരു വലിയ പ്രതിരോധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമം നടത്താൻ വേണ്ടി കഴിയണം. യുവജന സംഘടനകൾക്ക്, വിദ്യാർത്ഥി സംഘടനകൾക്ക്, ക്ലബ്ബുകൾക്ക് പണ്ട് നാം എങ്ങനെയാണോ സാക്ഷരതാ മിഷനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അരയും കൈയും മെയ്യും എല്ലാം മറന്ന് നാം ഒന്നിച്ചത്, അതുപോലെ തന്നെ നമുക്ക് മുന്നിട്ടിറങ്ങാൻ വേണ്ടി കഴിയണം. കോവിഡ് മഹാമാരി പോലെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനം ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്തതാണ്. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൈകൾ കോർത്തിണക്കിക്കൊണ്ടാണ് ആ പ്രതിസന്ധിയെ നാം മറികടന്നത്. ഇതുപോലുള്ള ഒരു പ്രതിസന്ധിയെ നാം മറികടക്കേണ്ടത് അങ്ങനെയാണ്. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട് നേരിടുന്ന വലിയ പ്രതിസന്ധിയെ കുട്ടികളിലേക്ക് കടന്നു വരുന്ന, നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സുമേഷ് അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഏജന്റുമാരെ ഉപയോഗപ്പെടുത്തുന്നത്. അതിന് കാരണം കുട്ടികളാണെങ്കിൽ അവർക്ക് നിയമങ്ങളിൽ അല്ലെങ്കിൽ ശിക്ഷാവിധികളിൽ അവർക്ക് പരിരക്ഷ ലഭിക്കുമെന്നുള്ളത് കൊണ്ട് കുട്ടികളെ ഇടനിലക്കാരായി ഉപയോഗപ്പെടുത്തുന്ന വലിയ ഗ്യാങ്ങുകൾ അവരെല്ലാം കണ്ടെത്തി ശിക്ഷിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഈ നിയമസഭ വളരെ ഗൗരവത്തോടുകൂടി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത ഈ നിയമസഭ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ
ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ നോക്കിക്കാണുന്നത്, ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി കൂടുതൽ കാര്യക്ഷമതയോടുകൂടി അത് ഇടപെടുന്നത് എല്ലാം ഈ നാട് നേരിടുന്ന വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ യോജിപ്പോടുകൂടി നാം പ്രവർത്തിക്കുന്നതിനാണ്. ദൗർഭാഗ്യവശാൽ ചില തെറ്റായ പരാമർശങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നത് ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. നമുക്ക് ഈ വിഷയത്തെ ജനകീയമായി പ്രതിരോധിക്കാൻ വേണ്ടി കഴിയണം. ആ ജനകീയമായ പ്രതിരോധമാണ് ഇതിനാവശ്യം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.